ഹലോ, ഉം. ഇക്ക എവിടെയാ? ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊന്ന് ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് പതുക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാം അറിഞ്ഞേനെ. ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ റസൂൽ പൂക്കുട്ടിയും കുട്ടിയുടെയൊക്കെ ഞെട്ടിക്കുന്ന വോയിസുകളൊക്കെ പുറത്തു വന്നിരിക്കണ്ടേ. പിന്നെ നമ്മളെ എടുത്ത് വിടുവോ? ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് കിടന്ന പാടെ കിടക്കാത്ത പാടെ എന്ന് പറഞ്ഞ് ചാടി കയറിയിരിക്കുവാണ് ഇത് അതങ്ങടെ മുന്നിൽ. എന്തോന്നൊക്കെയുടെ നടക്കുന്നത്. എന്തായാലും സജിന, നീ കോഴിയെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടാ, നീ പാവവാ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഊറ്റുകൂടി ഹണി ട്രാപ്പ് തോറ്റു. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ച് ഭീഷണിപ്പെടുത്തി ടക്കന പൈസ വാങ്ങി സെറ്റില്ല. ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഊറ്റി ഒരുത്തന്റെ അണ്ടർവെയർ വരെ ഊറ്റി. അവന്റെ അണ്ടർവെയറിൽ തുളയുണ്ടെങ്കിൽ അതും പൊത്തടച്ചിട്ട് ഊറ്റി ഇമാതിരി ഊറ്റി സ്വപ്നങ്ങളിൽ മാത്രം. എന്തായാലും പൂക്കുട്ടി പറന്നു. പൂക്കുട്ടി മൂഞ്ചി അത് പോട്ട് ഒരു സൈഡിൽ കിടക്കണം. സജിന അതിന്റെ അപ്പുറം മൂഞ്ചി. ഫിറോസ് തേഞ്ഞൊട്ടി. ഫിറോസാണ് ഇവിടെ ഏറ്റവും തേഞ്ഞൊട്ടുന്നത്. അതിന്റെ റീസൺ പറഞ്ഞോട്ടെ, ഇവന്റെ കയ്യിൽ ഭാര്യയായിട്ടിരിക്കുന്ന സമയത്ത് ആര്? സജിന. നൂർ ഭാര്യയായിട്ടിരിക്കുന്ന സമയത്ത് ഇവനെ പറ്റാണ്ട് പലവന്മാരോടും, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അയൽവാസി, ഓസ്കാർ വരെ എത്തി. വല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് കഴിവില്ലെന്നല്ലേ പറയത്തുള്ളൂ നാട്ടുകാർ. അതുകൊണ്ടല്ലേ അവൾ വേറെ പോയെന്ന് പറയും. ഏത് ആ സെറ്റപ്പ്, ആ ഒരു മെന്റൽ ട്രോമയിലാണ് ഫിറോസ് പോകുന്നത്. കുഴപ്പമില്ല, നീ ഇപ്പോഴെങ്കിലും രക്ഷപ്പെട്ടെന്ന് നിനക്കൊരു തോന്നലങ്ങ് സ്വയമേ തോന്നുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടിട്ട് ജീവിതം നശിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ മനസമാധാനം നശിക്കുന്നതിനേക്കാളും നീ ഇപ്പോഴെങ്കിലും രക്ഷപ്പെട്ടല്ലോ. പിന്നെ നിനക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തരും. അതിന്റെ റീസൺ, നീ ഇവളെ എക്സ്പോസ് ചെയ്തു. ഇത്രയും പക്കാ ഫ്രോഡായിട്ടുള്ള വ്യക്തിയെ നീ വലിച്ച് പൊളന്ന് കീറി ഒട്ടിച്ച് തേച്ച് ഉരച്ച് കിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യത്തിൽ നിനക്കൊരു ബിഗ് സല്യൂട്ടാണ് ഫിറോസെ. അതിൽ വേറെ അപ്പീലില്ല. അപ്പൊ നമുക്കൊരു അരുവേന്ന് തുടങ്ങാം. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്തോന്നൊക്കെയാണ്, ഒരു ഉറങ്ങാൻ പോലും മനുഷ്യനെ സംഭവിക്കും. അതിന് മുന്നേ വന്നിരിക്കണം എല്ലാം കൂടി ചടപടയുന്നു. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പൂങ്കുട്ടിയും ദിയാസന്നെ ആൻമരിയായിട്ടൊക്കെ ഉള്ള ഒരു സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. ഇതിൽ ദിയാസനെ ഡ്രഗ് ഡീലർ എന്നൊക്കെയാണ് നമ്മുടെ ഇത് LCU ആണെന്നുള്ള രീതിയിലാണ് നമ്മുടെ സജിന പറയുന്നത്. ഓക്കെ, എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാം കൂടി ഇതിൽ കയറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നിലവിൽ ഇതൊന്ന് കാണാം, ഇതൊന്ന് പരിശോധിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ റസൂൽ പോക്കോട്ടയുമായിട്ടുള്ള ആ ഒരു സംഭാഷണ ബന്ധങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഇക്ക എവിടെയാ? ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് പൊക്കി എടുത്തൊരു കസേരയിലിരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി. നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടില് മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എന്റെ അടുത്തുണ്ട്, പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങള് സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട, പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഇല്ല സാർ, നോ സാർ. ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. ഐ എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാരും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരുന്ന സമയമാണ്. ഞാൻ പറയട്ടെ അന്നമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവ എപ്പോഴും അന്നമ്മയെ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവള് കേൾക്കില്ല.
ആ. നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല. അവൾ എന്റെ സുഹൃത്താണ്. അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റ് ആണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് അവളോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പം ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാന്നറിയോ, ഇക്കാടെ കൂടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായതാ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ല ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കായ്ക്ക് ഇക്കായുടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുള്ള് ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കാക്ക് അറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞ എന്നാന്നറിയോ, ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്. ഇവൾ അവിടെ കിടന്ന് ഷാദിയത്തിനെ വിളിച്ച് ഞങ്ങള് തിരിച്ചു കേറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാന്നറിയോ, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാ പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിയത്തെ ഇവളും തമ്മിൽ, ഷാദിയത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പൊ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കയ്ക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്. ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിലെന്ന് പറഞ്ഞ, ഇക്ക എന്നെ പറ്റി എന്നുവെച്ചാൽ എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നെ ഇക്ക? ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ, ഞാൻ ദിയുണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്കിന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാനിനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എന്റെ അടുത്ത് നിന്നുകൊണ്ട് എനിക്കിനി റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീ വാന്ന് പറഞ്ഞപ്പോ പറയണേ, അവര് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിലിരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോടും പറയുന്നത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പമല്ല നിൽക്കുന്നത്. ഞാൻ പറയണം, കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോ ആസ് ആൻ ആക്ടിവിസ്റ്റ്, എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്താവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചോ അവൾ ആത്മഹത്യ ചെയ്യാൻ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും.
ഞാൻ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുണ്ട്, അവൾ എന്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയാണ്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം. എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിലപ്പുറത്തൊന്നുമില്ല. സാറ് നമ്മൾ പറയും, ഞങ്ങൾ ഇതുവരെയും സാറിന്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും വരരുതെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് ഏത് അവസ്ഥ നിന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ, എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ അവരെ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്റെയോ ശബ്ദം ഉണ്ടാക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾ അവരെ നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്റെയോ ശബ്ദം ഉണ്ടാക്കരുത്, നീ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ സമാധാനമായിട്ട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണ്ട. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. നമ്മുടെ ഓസ്കാറിന്റെ അടുത്ത്, ഓസ്കാറിന്റെ മൂഞ്ചി എന്റെ പൊന്നെണ്ണ, ഓസ്കാർ കിട്ടിയ ഒരു വ്യക്തിയുടെ ഗതികേടെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ നമ്മുടെ ഓസ്കാർ അണ്ണന്റെ അടുത്ത് പറയാം, അണ്ണ ഇനി ഒരു തേങ്ങ അവർക്ക് വേണ്ടി ചെയ്യില്ല. 5 പൈസ കൊടുക്കല്ലേ. 3 കോഴിയല്ലേ അവർക്ക് മറ്റേ കിഴങ്ങ് കീരകത്തെടുത്ത് പുഴുങ്ങി വെച്ചു കൊടുക്കും. 3 കോഴി. നിങ്ങൾ നാറി ഓൾറെഡി ഓസ്കാർ അണ്ണന്റെ അടുത്താണ്. പക്ഷെ നിങ്ങളെക്കാളും നാറിയത് അവളാണ്. അതിന് കാരണം ഫിറോസാണ്. ഓക്കെ, അത്രയും പക്ക ഗജ ഫോറാ. എന്നടാ പണ്ണി വെച്ചിരിക്കേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നല്ലവനടാ. ഇത് വെച്ച് നോക്കുമ്പോ ഇമാതിരി ഫ്രോഡൊന്നും അല്ല. ഓക്കെ, അല്ലറ ചില്ലറ ഫ്രോഡായുള്ളൂ. ഇതും ഗജ ഫ്രോഡാ, വേറെ ലെവല് ഫ്രോഡ്. ഓസ്കാറണ്ണ വിഴരുത്. നിങ്ങൾ ഓൾറെഡി നാറി. കേരളക്കാരെ മൊത്തം അറിഞ്ഞ് ഇനി ഇന്റർനാഷണലിലോട്ട് പോയാലും നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു തന്തയില്ലായ്മയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ, സുഖമില്ലാത്ത ഭാര്യ, അവരിരിക്കെ വേണ്ടായിരുന്നു. തപ്പ് പണിട്ടെ. അപ്പൊ ഇന്നലെ ഒരു കമന്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കല്യാണത്തിന് മുന്നേ ചിലപ്പോൾ പല ബന്ധങ്ങളൊക്കെ കാണും, അത് പിന്നെ കല്യാണത്തിന് ശേഷം നമ്മൾ ഒതുങ്ങണമെന്നോ. ചിലപ്പോൾ കാണും എന്ന് വെച്ചിട്ട് കല്യാണത്തിന് ശേഷം നമ്മൾ ഒതുങ്ങണം. ഓക്കെ, കല്യാണം കഴിഞ്ഞൊരു കുടുംബജീവിതം ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ പാർട്ട്ണറുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ചീത്തപ്പേരോ വരാത്ത രീതിയിൽ നമ്മൾ ഒതുങ്ങണം. അല്ലെങ്കിൽ അവസാനം ഇങ്ങനെയൊക്കെ ഇരിക്കും. നാളെ ഈ ഓസ്കാർ അണ്ണന്റെ മക്കൾക്കായാലും പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ. ഇനി ഈ പറയുന്ന ഉളുപ്പില്ലാത്ത സജിനയുടെ മക്കൾക്കായാലും പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ. അപ്പൊ നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇമാതിരി തരിപ്പ് പരിപാടിയൊക്കെ അവസാനം അണ്ണാക്കി പിരിവെട്ടുന്ന മക്കളുടെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഓസ്കാർ അണ്ണന്റെ നിസ്സായ അവസ്ഥ, ഇതുപോലെ ഒരുത്തിയുടെ മുന്നിൽ കുത്തി നിൽക്കേണ്ട ഗതികേട് വന്ന അവസ്ഥ, അവൾ ഇപ്പോഴും പിടിച്ച് കൂടെ ഇരുത്തിയിരിക്കുകയാണ്. എന്റെ പൊന്ന ഓസ്കാർ അണ്ണ എടുത്ത് കള ഇതിനെയൊക്കെ. 3 കോടിയായിട്ടൊരു തേങ്ങയും കൊടുക്കില്ല. അവൾ എന്നാന്ന് വെച്ചാൽ പോയി ചെയ്തിട്ട് നല്ല 1-ാം തരം ഫ്രോഡ് പരിപാടിയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പും വെട്ടിപ്പും നടത്തി കാശുണ്ടാക്കുക. നിങ്ങളടുത്ത് സ്നേഹമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 3 കോടിക്ക് വേണ്ടിയിട്ട് അവൾ നിൽക്കത്തില്ല. മനസ്സിലായ? നിങ്ങളെ വച്ച് മൂഞ്ചിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശും തട്ടിയെടുത്തോണ്ട് പോയിട്ട് അടുത്തവനെ മൂഞ്ചിക്കാനുള്ള പരിപാടിയാണ് അവൾ പ്ലാൻ ചെയ്യുന്നത്. കേട്ടാ? അതുപോലെ മനസ്സിലാക്കാറുള്ള ഭാസ്കറണ്ണ, നിങ്ങൾ വേടിക്കുന്ന എന്തിന്? നിങ്ങളെ കാര്യം നോക്ക്. പരസ്പര ഇഷ്ടത്തോടെ നിങ്ങൾ പരിപാടി ചെയ്ത്, ഓക്കെ, ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. 2 പേരുടെ ഭാഗത്തും തെറ്റാ. പക്ഷെ അവൾക്ക് നിങ്ങൾ മാത്രമൊന്നും അല്ല. നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു കാശുണ്ടാക്കണം, അടിച്ചുകൊണ്ട് പോകണമെന്നുള്ള ഒരൊറ്റ ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. അത് ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. പല റൂട്ടിലും ഇവള് റൂട്ട് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ കൊടുത്ത് വന്നിരുന്ന് മുതല കണ്ണീര് ഇറക്കിക്കൊണ്ട് മറ്റേ റനാസുനെ പിടിച്ചിരുന്നു, രേണുസുതിയെ പിടിച്ചിരുന്നു, ദിയാസനെ പിടിച്ചിരുന്നു, മറ്റത് മറിച്ച് ട്രാക്ക് അങ്ങനെ ഇവള് മൊത്തം ട്രാക്ക് തിരിച്ചു വിടുകയാണ്. ഒന്നാം തരം ഉടായ്പ ഉള്ള കാര്യം പറയാനല്ല. അമ്മച്ചിയാണ് എന്റെ പൂക്കുറ്റിയാണ്. നിങ്ങൾ മൂഞ്ചി എന്തെങ്കിലും കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് കുറച്ചെങ്കിലും സാമാന്യ ബോധം വേണ്ടേ? നിങ്ങൾ ഇത്രയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഓസ്കാറൊക്കെ അല്ലേ? നാക്കേട്. ഇനി നമ്മുടെ പൂക്കുറ്റി അണ്ണന്റെ വേറൊരു വോയിസ് കേൾക്കാം. ഞാൻ 3 മാസം കൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി രൂപ ഞാൻ ഫാമിലിയോട് പറഞ്ഞു. അതെ, എന്റെ ഭാര്യയും മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡായി, അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ പുള്ളി എന്നും നിർബന്ധമായിട്ടും എടുക്കുന്നു.
എനിക്ക് അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി അതിനോട് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഇവള് ഇട്ട മെസ്സേജ് പിന്നെ ഇവളിപ്പോ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കി തീർക്കും എന്ന് വെയിറ്റ് ചെയ്യും. ഇതിൽ സമയം എന്താ ഒരു ദിവസം എടുത്തിട്ട് പോകല് ഒന്ന് സെറ്റിൽ ചെയ്ത് സമയം ഉണ്ടായാൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു കാരണം ഞാൻ കളഞ്ഞിട്ട് പോകുന്നില്ല, ആൻസൈറ്റി ഉണ്ട്, ഞാൻ പോകത്തില്ല പറഞ്ഞു. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്, ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നമുക്ക് നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ ഞാൻ അതാണ് ചെയ്യുന്നത്, അതാണ് ചെയ്യാൻ നിങ്ങളുടെ ശ്രമത്തിലാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവള് ഡിമാൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതിനെ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ മാത്രമേ നടക്കുള്ളൂ. 3 കോടി പ്രസന്റ് ഇരിക്കുന്നു. ഞാൻ ആകെ അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ ഫ്രം 23 September onwards I have paid her almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 gram എന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, ഇതല്ല ഇവർക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ല. അത് തന്നെ 10-20 ലക്ഷം രൂപ. ഇവിടെ എന്നോട് ചോദിച്ചു ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് ഇവരുടെ കാര്യമാണ്, അതുകൊണ്ട് പിന്നെ ഇവിടെ പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പം എന്നിട്ട് ഇപ്പോൾ വളരെ ഇവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി, ഇതെല്ലാം ചെയ്തിട്ട് കൊളാപ്സായി ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. ഒരു സാമാന്യ ബോധവും ചിന്തയും നേരത്തെ വേണമായിരുന്നു പൂക്കുറ്റിയണ്ണ. 39 ലക്ഷത്തോളം, അതായത് അറൌണ്ട് 40 lakh രൂപ ഡയമണ്ട് നെക്ലസ്. അണ്ണാ ഇതെന്തുവാ ഇത്? അണ്ണൻ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേറെ നല്ല അടിപൊളി പെണ്ണുങ്ങളെ വരുത്തായിരുന്നല്ലോ. പരിപാടി കഴിഞ്ഞാൽ അവർ പോവുകയും ചെയ്യും. ഇത്രയും അലിഗേഷൻസ് അല്ലെങ്കിൽ ഇമാതിരി രീതിയിൽ നാണം കെടേണ്ട ആവശ്യം വരില്ലായിരുന്നു. പക്ഷെ എന്തോന്ന് അവസ്ഥയുടെ ഇത്. അണ്ണ നല്ലോണം കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടവളുമാർ അണ്ണാക്കിൽ കൊണ്ട് ചുരുക്കി കൊടുക്കും. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പൂർവികരുടെ കാലത്ത് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഈ അപ്പൂപ്പന്മാര് ഓരോ ചെറ്റ പൊക്കി പോയി പരിപാടി എന്നിട്ട് വസ്തുവിന്റെ ആധാരം എടുത്ത് കൊടുക്കും. ആ പരിപാടി സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മറ്റൊരു വെർഷനാണ് നമ്മുടെ പൂക്കുട്ടി തന്നെ ഈ മാതിരി തൊട്ടി പരിപാടി കാണിച്ചു വെച്ചിട്ടുള്ളത്. അവളാണ് ഗജ ഫ്രോഡ്. നല്ലോണം ഊറ്റി. ഇതൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന സജിന, നീ കുഴിച്ചിടണ. എന്റെ ദൈവമാണ്, എന്റെ അച്ഛനാണ്, എന്റെ അച്ഛൻ്റെ അച്ഛനാണ്. ചുമ്മാ ഇത്രയും പുകഴ്ത്തി പറഞ്ഞ പൂക്കുട്ടിയെ പറ്റിയിട്ട് എങ്ങനെ പുകഴ്ത്താതിരിക്കും? ഇനി അടിച്ചോണ്ട് പോണ്ടേ 3 കോടി രൂപ. അതും കൂടി കൈക്കലാക്കിയാലല്ലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ലൈഫ് സെറ്റിലല്ലേ. കണ്ടവനെ മൂഞ്ചിച്ചായാലും 3 കോടി ബാങ്ക് ബാലൻസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാലിന് വീത കാലുവിട്ട് നീട്ടിയിട്ട് നിവർന്ന് കിടന്ന് തിന്ന. അതാണ് അവളുടെ ഇന്റൻഷൻ. കൊള്ളാം. ഞാൻ പറയാം, എന്റെ പൂക്കുണ്ടി അണ്ണ 5 പൈസ കൊടുക്കില്ല. 5 പൈസ വെക്കും. ഇവിടെ എന്നാ തേങ്ങയെന്ന് വെച്ചാൽ പൂച്ചിട്ട് ഇതുപോലത്തെ ഗജ ഫ്രോഡുകളെ ഇനി ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇമാതിരി ചെറ്റ പരിപാടി കാണിച്ചിട്ടുള്ള അത് ഒരുത്തൻ്റെ അണ്ണാക്കി അടിച്ചു കൊടുത്തിട്ട് അവന് തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഹണി ട്രാപ്പ് പക്ക സാധനം നടത്തിയിട്ട് ഇമാതിരി തന്തയില്ലായ്മ കാണിച്ചിട്ട് ഇനി അവർക്ക് മറ്റേ പൈസ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പോലത്തെ ഭൂലോക കിഴങ്ങ ഓസ്കാർ വാങ്ങിയ ആള് ഈ ലോകത്ത് വേറെ ഇല്ലെന്ന് ഞാൻ പറയേണ്ടി വരും കേട്ടാ. ഇനി അവർക്ക് പൈസ എടുത്ത് കൊടുത്താ ബാക്കി ഇനി ദിയാസനെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവര് എത്ര ആളുകളെ ഇതിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്നറിയോ? ഫിറോസിക്ക പറഞ്ഞിട്ടുള്ള പല പുരുഷന്മാരെ കയ്യിൽ നിന്നും ഇവര് കാശ് വാങ്ങി, ലക്ഷങ്ങള് കാശ് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവര് പേടിച്ചോടിയ കഥകൾ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഇങ്ങനെ ഫിറോസിക്കാന്റെ ലൈഫ് തൊലച്ച റസൂൽ പൂക്കുട്ടി ഒരു പൂക്കുട്ടി മാത്രമല്ല, ഈ പൂക്കുട്ടിക്ക് പല ബന്ധങ്ങളും വേറെയും ഉണ്ട്. അതിനിപ്പോ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ചെലവിനെടുത്തോണ്ടിരിക്കുന്ന സ്ത്രീകള് അവര് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവര് വാങ്ങിച്ച് തിന്നുന്നു, അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു. അത് അവരുടെ പ്രൈവസി. അതുകൊണ്ടിട്ട് ആ സ്ത്രീകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് 1 കേസ്, പാലക്കാട് 2 കേസ്, കൊല്ലത്ത് 1 കേസ് എനിക്കറിയാം. ഇത്രയും മതി. റസൂൽ പൂക്കുട്ടീനെ പറ്റിയിട്ടാണ് ഇതൊക്കെ വെച്ചിരുന്നിട്ടാണ് സജിന
പിന്നെ സജന പിന്നെ ഈ ലോകം മൊത്തത്തിലെ ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ ആയത് കൊണ്ടിട്ട് ഒരു മാഡം ആയത് കൊണ്ടിട്ട് പ്രശ്നമില്ല, എല്ലാരും കണക്ക് തന്നെയാണ്. ആ അപ്പൊ ശരി, ഞാൻ ഈ ഓസ്കാറൊക്കെ എന്തോ വലിയ സംഭവം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കുറെ കാലം മുന്നേ. ഇപ്പൊ മനസ്സിലായി ഓസ്കാറൊന്നും ഒന്നുമില്ലെന്ന്. ഇതിനേക്കാളും വില എന്റെ പ്ലേ ബട്ടൺ ഉണ്ട്. സത്യം സത്യം, എന്റെ പ്ലേ ബട്ടൺ ഉണ്ടോ അതിനേക്കാളും വില? ഒന്നും പറയല്ല. അവിഹിതമൊക്കെ കേട്ടിട്ടുണ്ട്. കൊല്ലത്ത് അവിഹിതം, പാലക്കാട് അവിഹിതം, ബാക്കി ഇനി ഇവർക്ക് അറിയാത്ത ഏതൊക്കെ ജില്ലയിൽ എവിടെയൊക്കെ അവിഹിതം. പിന്നെ എല്ലാവരും ചെലവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവൾ ഒറ്റയടിക്ക് സെറ്റിൽ ആവാൻ നോക്കി ആര്? സജിന 3 കോടി. എന്ത് മൂഞ്ചിപ്പിരാടി മൂഞ്ചിക്കുന്നത്? ഒരു പരിധി വേണ്ടേ, ഒരു അന്തസ് വേണ്ടേ മൂഞ്ചിക്കുന്നതിലൊക്കെ? ഒരു കുറച്ച് ഇത് കാണിക്ക്. അയ്യോ, ഇത് ഒന്നാം തരം മൂഞ്ചിപ്പിരായിപ്പോയി. ബാക്കി ദിയാസന പറ. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് ഇങ്ങ് വാന്ന് പറഞ്ഞ് അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്തയുടെ കാര്യം അറിയേണ്ട കാര്യമില്ലാന്ന്. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവര് ചത്താലും കുഴപ്പമില്ല, അവര് ചാവണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം, എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അവള് പറഞ്ഞല്ലോ MDMA പേരിലാണ് അവളടുത്ത് പിണങ്ങിയെന്ന്. ഒരിക്കലും അല്ല. ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളെ തെറി വിളിച്ചു. നല്ല വൃത്തിക്ക് തന്നെയാണ് ഞാൻ തെറി വിളിച്ചത്. എനിക്ക് അതിനകത്ത് ഇതൊന്നും തോന്നുന്നില്ല. ഒരു സ്വന്തം ഭാര്യ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലേ എനിക്കതിന് സൗകര്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഒന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇരുന്നോണ്ട് പറഞ്ഞു, ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയണേണ്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല. അവൻ എന്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്ന് ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെയെന്ന് അവൾ എന്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല, ഞാൻ ആകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനയാണ് എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിനെയാണ് അവൾ എന്റെ അടുത്ത് ഇത് പറയുന്നത്. എടി തന്തയില്ലാത്തവളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ തന്ത പറഞ്ഞതുപോലെ ആയിപ്പോ. പക്ഷെ എനിക്ക് നിന്റെ തന്തയല്ല, നിന്നെയാണ് പറയാനുള്ളത്. എടി, നിന്നെക്കാളം അന്തസ് നടു റോട്ടിൽ രാത്രി കാലഘട്ടങ്ങളിൽ സ്വന്തം മാനം വിൽക്കാൻ വേണ്ടിയിട്ട് നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവളുമാർക്കുണ്ട് നിന്നെക്കാളം അന്തസ്. കേട്ടാ, നിന്നെക്കാളം അന്തസ്. ഫിറോസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ, മൈനറായിട്ടുള്ള കുഞ്ഞിനെ വച്ചിട്ട് ചേർത്ത് പറഞ്ഞ് നീ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ തന്തയ്ക്ക് പറക്കാത്ത ആ മുഖംമൂടി അവിടെ എക്സ്പോസ് ആവുകയാണ്. നിന്നെപ്പോലത്തെ ഒരു കഴിപ്പണം കെട്ട പെണ്ണ്, നിന്നെയൊക്കെ പോലെ ഹണി ട്രാപ്പ് നടത്തി മറ്റുള്ളവന്റെ ജീവിതത്തിൽ കയറിയിട്ട് കാമവും തീർത്ത് അവനിൽ നിന്നൊക്കെ പണം ഊറ്റുന്ന നിന്നെപ്പോലത്തെ കഴിപ്പണം കെട്ട സാധനങ്ങൾ ഈ ലോകത്ത് വച്ചേക്കാൻ പാടില്ല. ഇവളെയൊക്കെ പിടിച്ച് അകത്തിട്ട് ഈടിച്ച് നൂത്ത് പഞ്ചറാക്കി ചവിട്ടി കൂട്ടണം. അതാണ് ചെയ്യേണ്ടത്. അത്രയ്ക്ക് തന്തയില്ലാത്ത പരിപാടിയാണ് അവൾ കാണിക്കുന്നത്. ഓക്കെ, നീ ആരാന്നാടി നിന്റെ വിചാരം? നിന്നെയൊക്കെ പോലത്തെ പെണ്ണുങ്ങളാണ് സ്ത്രീകൾക്ക് അപമാനം. നിന്നെയൊക്കെ പോലെ ഉള്ളവളുമാരാണ് ഈ മറ്റേ വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കള്ള വ്യാജ കേസുകൾ കൊടുത്ത് പാവപ്പെട്ട ആണുങ്ങളുടെ ജീവിതം തുലയ്ക്കുന്ന, നശിപ്പിക്കുന്ന കഴിപ്പണം കെട്ട സാധനങ്ങൾ. ഓക്കെ ഓക്കെ, വളരെ വളരെയധികം തന്തയില്ലായ്മയാണ് നീ കാണിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ചെറ്റ പരിപാടി കാണിക്കുന്ന നിന്നെയൊക്കെ എൻകൗണ്ടറാണ് ചെയ്യേണ്ടത്. പൂക്കുറ്റി, അവങ്കാട്ട് കോഴി, അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന പരിപാടിയും ചെയ്തിട്ട് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓസ്കാറിന്റെ വിലയെ പോയി. ഓസ്കാർ എന്ന് പറയുന്ന സാധനത്തിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അത് ഇല്ലാണ്ടാക്കി റസൂൾ പോക്കട്ടെ. കൊള്ളാം. എന്നാൽ നീ ഒരുത്തന്റെ ജീവിതത്തിൽ കയറിയിട്ട് ഓക്കെ, അയാളുടെ ഭാര്യ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നീയൊക്കെ രണ്ടും കൂടി അവിഹിതം ഉണ്ടാക്കി. ഭാര്യ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കിടക്കുമ്പോൾ നിനക്ക് കാശിന് വേണ്ടിയിട്ടും നിന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടും നീ ആ പാവം സ്ത്രീയെ, അതും ഇത്രയും അസുഖം, ഇത്രയും ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആ സ്ത്രീയെ കോണ്ടാക്ട് ചെയ്തിട്ട് നിന്റെ കൊണച്ച ഈ പരിപാടി നീ കാണിച്ചിട്ട് നീ കാശ് തട്ടാൻ നോക്കുന്നില്ല. തന്തയില്ലാത്ത പരിപാടി. ഈ തന്തയില്ലാത്ത എന്ന് പറയുമ്പോൾ നിന്റെ തന്ത ചിലപ്പോൾ പാവമായിരിക്കും. ഇങ്ങനെ ഒരു കരിഞ്ഞ ദോശ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, 10 ദോശ ചുടുമ്പോൾ അതിൽ ഒരെണ്ണം കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോയതായിരിക്കും ഇത്.
അങ്ങനെയുള്ള ഒരെണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടല്ലോ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കഷ്ടം. നിന്നെയൊക്കെ എന്ത് ചെയ്യണോടി നിന്നെയൊക്കെ? സ്ത്രീകൾക്ക് അപമാനം, ഹണി ട്രാപ്പ്, ഗജാന്തര ഫ്രോഡുകൾ. 10-40 ലക്ഷത്തോളം ഈ പൂക്കുറ്റിയെ ഊറ്റി. അടുത്ത് ഡയമണ്ട് നെക്ലസ്, അങ്ങനെ ഇങ്ങനെ വേറെ കുറെ ഊറ്റി. ഇത് പറയാഞ്ഞിട്ട് വേറെയും കുറെ എണ്ണം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവന്മാരെ എന്നൊക്കെ എന്തൊക്കെ ഊറ്റിയെന്ന് ഇട്ടിരുന്ന് ഷെഡ്ഡി വരെ ഊരി വാങ്ങിക്കാണ്. റസൂൽ പൂക്കുറ്റിയുടെ ഒരു ഷെഡ്ഡി ഊരി വാങ്ങിച്ച് ഫ്രെയിം ചെയ്തു പോയി. ഗജാന്തര ഫ്രോഡുകൾ. ഇതൊന്നുമല്ല, ഇനിയിപ്പോ വേറെ കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. ഇവള് ഇന്നലെ വളച്ചൊടിച്ച് തിരിച്ച് കേസ് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയും. ഇതെല്ലാം കൂടി ഒറ്റ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എല്ലാം കൂടി കണ്ട് സമയം പോകും. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് വരാം. പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ.